സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി തരുന്ന ഒരു പ്രധാന ഘടകമാണ് ഉപവാസം. ക്രിസ്തു തൻ്റെ പ്രബോധനങ്ങളിൽ പറയുന്നുണ്ട്, സാത്താനെ തോൽപ്പിക്കുവാൻ ഉപവാസവും പ്രാർത്ഥനയും. അന്ധകാര ശക്തികളെ, പൈശാചിക പ്രലോഭനങ്ങളെ, തിന്മയുടെ മേഖലകളെ തോൽപ്പിക്കാൻ പ്രാർത്ഥനയും ഉപവാസവും. എന്താണ് ഉപവാസം കൊണ്ട് കിട്ടുന്ന ഒരു വലിയ ഫലം? ഒന്നാമതായി, ഞാൻ ഉപവസിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഭക്ഷണത്തോട് ചിലപ്പോഴൊക്കെ കാണിച്ച അനാദരവ് അതിനുള്ള പരിഹാരമാണ്. ചുമ്മാ വേസ്റ്റാക്കി കളഞ്ഞു, പൈസ കൊടുത്തു, ഭക്ഷണം വേസ്റ്റാക്കി, അതാണ് അനാദരവ്. ഈ അനാദരവിനുള്ള ഒരു പരിഹാരമാണ് ഉപവാസം എന്ന് പറയുക. ബഹുമാനക്കുറവോടെ പെരുമാറിയതിൻ്റെ ഒരു പരിഹാരം. 2, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന രണ്ടാമത് ഒരു വലിയ ചിന്ത ഇതാണ്. ഭക്ഷണമില്ലാത്ത ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട്. അവരോട് ഞാൻ താതാത്മ്യപ്പെടുകയാണ്. ശരിക്കും ഭക്ഷണം കഴിക്കാതെ വിശന്ന് വലയുന്ന ധാരാളം പേര്. അവരുടെ ജീവിതത്തോട് ഞാൻ താതാത്മ്യപ്പെടുക, ഭക്ഷണം വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ചുകൊണ്ട്. മൂന്നാമതായി, ഉപവാസം നമുക്ക് തരുന്ന പ്രാർത്ഥനയിലെ ഒരു വലിയ ശക്തി അത് എന്തെന്ന് ചോദിച്ചാൽ, ഉപവസിച്ച ആത്മീയ ആചാര്യന്മാർ, ഗുരുബുധന്മാർ, ഉപവാസത്തിൻ്റെ പാഠം പഠിപ്പിച്ചവർ, അവരുടെ പാതയിൽ ഞാനും കരുതിയിരിക്കുകയാണ്. പൂർവ്വസൂരികളുടെ വഴിയിൽ ഞാനും കടന്നു വരുന്നു. ഇതാണ് ഉപവാസം. അതുവഴി പ്രാർത്ഥനയ്ക്കൊരു വലിയ ശക്തി. വീണ്ടും ഉപവാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിൽ പവർ നമുക്ക് കിട്ടും. എന്നെ തന്നെ അതിജീവിക്കാനുള്ള വിൽ പവർ. ഭക്ഷണം വേണ്ടെന്ന് വെക്കാൻ എനിക്ക് പറ്റും, ഭക്ഷണം കഴിക്കാതിരിക്കാൻ എനിക്ക് പറ്റും, എത്ര ദിവസം വേണമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും. ഈ ഒരു ചിന്ത ഒരു വിൽ പവറാണ്. ആ വിൽ പവർ അവിടെ കിട്ടുമ്പോൾ മറ്റു പലതിനും വിൽ പവർ കിട്ടും. കള്ളുകൂടി വേണ്ടെന്ന് വെക്കാൻ പറ്റും, ജഡികമായ തിന്മകൾ വേണ്ടെന്ന് വെക്കാൻ പറ്റും, ബ്ലൂ ഫിലിം വേണ്ടെന്ന് വെക്കാൻ പറ്റും, അമിതമായ മൊബൈൽ അറ്റാച്ച്മെൻറ്റ് വേണ്ടെന്ന് വെക്കാൻ പറ്റും, പലതും വേണ്ടെന്ന് വെക്കാൻ പറ്റും എന്ന് എന്നെ പഠിപ്പിക്കുകയാണ്. ഭക്ഷണം വേണ്ട എന്ന് വെക്കുമ്പോൾ അത് വെറും ഒരു ഭക്ഷണത്തിൻ്റെ ഇത് മാത്രമല്ല, ജീവിതത്തിൽ മറ്റു പലതുമാണ്. നമ്മൾ പറയും നോമ്പുകാലം. നോമ്പെന്ന് പറഞ്ഞാൽ പലരും ഓർക്കും വർജിക്കൽ മാത്രമല്ല, ആർജിക്കലുമുണ്ട്. വർജിക്കലും ആർജിക്കലും. ഞാൻ ഭക്ഷണം വേണ്ടാന്ന് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭക്ഷണത്തെ വർജിച്ചു, അതുകൊണ്ടായില്ല, ആർജിക്കണം. അങ്ങനെ വെടിയുമ്പോൾ പ്രാർത്ഥിച്ച് ദൈവിക ശക്തി ഞാൻ ആർജിക്കണം. നന്മയുടെ കിരണങ്ങൾ ഞാൻ ആർജിക്കണം. എല്ലാ നല്ല വശങ്ങളും ഞാൻ ആർജിക്കണം. അപ്പം അങ്ങനെ ആർജിക്കാനുള്ള ഒരു കരുത്ത്, ബലമാണ് ഉപവാസം വഴി നമുക്ക് ലഭിക്കുക. അപ്പം അത് കഴിയുമ്പോൾ ഒരാത്മധൈര്യം, ഒപ്പം ദേഹത്തിൻ്റെ ശുദ്ധീകരണം, വാക്കുകളുടെ വിശദീകരണം, ചിന്തകളിലെ ഒരു വലിയ വിശുദ്ധി, ഇതെല്ലാം നമ്മളിലേക്ക് കടന്നു വരികയാണ്. പ്രാർത്ഥനയിൽ നടക്കുന്ന വലിയ മാറ്റങ്ങൾ, വലിയ അത്ഭുതങ്ങൾ. നമുക്കും കൊച്ചു കൊച്ചു ത്യാഗം നമുക്കെടുക്കാം. ജീവിതത്തിൽ ഒരാൾ ത്യാഗമെടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് നന്മ വരുമല്ലോ, ആ ഒരു ഓർമ്മ നമുക്ക് വേണം. കാരണം ത്യാഗം കഴിഞ്ഞ് ഒരു നന്മ വരുള്ളൂ. ഈറ്റക്കമ്പുകൾ വെട്ടി കൂർപ്പിച്ചാൽ ഒരു നല്ല നാടൻ നക്ഷത്രം ഉണ്ടാക്കാൻ പറ്റൂ. ഈ ഒരു ഓർമ്മ ജീവിതത്തിൻ്റെ പകുതി സന്തോഷവും ദുഃഖവുമാണ്. ഒരു ഓർഗൻ്റെ പകുതി കറുത്ത കട്ട, വെളുത്ത കട്ട. ദിവസത്തിൻ്റെ പകുതി ഇരുട്ട്, പകുതി പകൽ. ഏതിനിടയിൽ മനക്കരത്തോടെ നിൽക്കാൻ ഉപവാസം നമ്മളെ ശക്തിപ്പെടുത്തുന്നു. ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതി ഉണ്ടാകണം. കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ ഒരമ്മയ്ക്ക് പറ്റിയോ ചെയ്യണം, അപ്പന് പറ്റിയോ അത് ചെയ്യണം. സമൂഹത്തിൽ പ്രശ്നമുണ്ടായോ, സമൂഹത്തെ നയിക്കുന്നവർ ഭക്ഷണം വെടിഞ്ഞ് പ്രാർത്ഥിക്കണം. ഒരു ഉൾക്കരുത്ത് കിട്ടും, ഉദ്ദേശത്തിൻ്റെ സാക്ഷാത്കാരവും ലഭിക്കും. നമുക്കും ഉപവസിക്കാം, ത്യാഗമെടുക്കാം, പ്രാർത്ഥിക്കാം. അങ്ങനെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യാം. നന്ദി, നമസ്കാരം.